ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഒരു 1.5 മാസത്തിന് ശേഷം കേട്ടോ. നമ്മുടെ സ്കൂൾ തുറക്കണേക്കാളും 1.5 മാസത്തിൽ ഇപ്പോൾ 2 മാസമായിക്കാളും സ്കൂൾ തുറക്കണേക്കാളും ഒരു 2 വീക്സ് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. വെളിച്ചെണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട്. അതിന് മുമ്പ് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അതായത് ബെഡ് ഉണക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിലത്തെ 2 ബെഡും പുറത്തിട്ടിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു അബദ്ധം പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബെഡിൽ ജസ്റ്റ് ഒന്ന് 2 ദിവസം മുമ്പ് നല്ല വെയിൽ വന്നപ്പോൾ നമ്മൾ ചൂട് തട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു മഴ ഫുള്ള് അത് കൊണ്ടുട്ടോ നമ്മൾ മറന്നുപോയി മേലെ ഈ സാധനം ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആഴ്ചയോളം വെയിലത്തൊക്കെ വെച്ചാണ് നമ്മൾ ഉണക്കിയെടുത്തത്. ഇപ്പം നല്ല ചൂടൊക്കെ ആയി കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഫുള്ള് കുറേ ഞാൻ ഉണക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കുട്ടി സ്റ്റാൻഡാണ്. ഇതിനൊരു 200 സംതിങ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. പല റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ ഞാനത് ചെറുത് മാത്രം, അതായത് നമ്മുടെ ഉണ്ണിയുള്ള ട്രൗസറുകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മേടിച്ചു. വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലിനനുസരിച്ച് അങ്ങടും ഇങ്ങടും തിരിച്ചും മറിച്ചും ഇടും. ഇതാണ് മെയിൻ ഹോബി. എനിക്കായാലും ഒട്ടും വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കപ്പുറത്ത് കിട്ടാറില്ല. എനിക്കിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഉണക്കി കിട്ടണം. അതെനിക്ക് ഭയങ്കര എന്താ അല്ലെങ്കിൽ കൈ വിറയ്ക്കും. അങ്ങനൊരു രീതിയാണ് കേട്ടോ. ശരിക്കും വെയിലുണ്ട കൈ വരയ്ക്കും. എല്ലാ ഡ്രസ്സും ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളൊരു സ്വഭാവമാണ്. പണ്ടൊന്നും എനിക്ക് ഇത്രയും തൊര ഉണ്ടായിരുന്നില്ല. അച്ഛനും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സ് ഫുള്ള് ഇടാനായിട്ട് അച്ഛനും ഒക്കെ ആയിരിക്കും കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവുക. പിന്നെ നമ്മളെ തൊട്ടപ്പുറത്തും വലിയൊരു അഴക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ വേഗം ഞാൻ കഴിച്ചെടുത്തു. പുറത്ത് വെയിലത്ത് ഫുൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ തലയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്, മേലൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിലും എൻ്റെ സ്കിൻ കെയറേക്ക് കടന്നിട്ടില്ല. ഞാൻ എൻ്റെ ഫേസിൽ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ ഫോമിംഗ് ക്ലെൻസർ കേട്ടോ. സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചർ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്കിന്നിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫേസിൽ എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ, അതേപോലെ തന്നെ ഡേർട്ട്, മേക്കപ്പ് എല്ലാം റിമൂവ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ വന്നിട്ട് നയാസിനമൈഡ്, പാത്തനോൾ ആൻഡ് വൈറ്റമിൻ സി ആണ് ഉള്ളത് കേട്ടോ. ഇറ്റ് ഹൈഡ്രേറ്റ്സ്, ബ്രൈറ്റൻസ് ആൻഡ് റിവൈവ്സ് യുവർ സ്കിൻ. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിന്നും സ്യൂട്ടബിൾ ആണ്. ഈവൻ സെൻസിറ്റീവ് സ്കിന്നിനടക്കം ഇത് സ്യൂട്ടബിൾ ആണ് കേട്ടോ. ആഫ്റ്റർ എവറി വാഷ് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായി ക്ലിയർ ആയിട്ട് റീഫ്രഷ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. ഇതിൽ വന്നിട്ട് വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ആണ് ഉള്ളത് കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും സ്കിന്നിനെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാൻ, നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലുള്ള റെഡ്നെസ്, ഡാർക്ക് സ്പോട്ട്, സൈൻ ഓഫ് ഏജിങ്, അതായത് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഫൈൻ ലൈൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല കാമായി, സോഫ്റ്റായി, ഹൈഡ്രേറ്റ് ആയിട്ട് എപ്പോഴും വെക്കും കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്ന വേറൊരു പോയിന്റ്, ഡെർമറ്റോളജിക്കലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണിത്. മാത്രമല്ല ഹൈലി pH ബാലൻസ്ഡ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. ഈ 2 പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ പിൻ ചെയ്തിട്ടാട്ടോ. ന്യൂട്രിഡെമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഐബീരിയ സ്കിൻ ബ്രാൻഡിന്റെ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, വീണ്ടും ഞാൻ ഈ പരിപാടി തന്നെ. അതായത് നനവ് ഒരുപാട്, ഇത് സ്പ്രിങ് ആണ് ഇതിൻ്റെ ഉള്ളിലെങ്കിൽ പോലും ഒരുപാട് മഴ ഇത് കൊണ്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. അന്നത്തെ ദിവസം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മിനിമം ഈ മഴ ഫുള്ളത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മെല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയപ്പോൾ ഞാൻ മേലേക്ക് 2 ബെഡും കൊണ്ടുവന്നിട്ട്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പുതിയ മേടിച്ചിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. അത് ഇട്ട് സെറ്റ് ചെയ്ത്, റൂം സെറ്റ് ചെയ്ത് ഇപ്പോഴാണ് സമാധാനം കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൊറിയർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കൊറിയർ കൊണ്ടുവന്ന് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സുപരിചിതനാണ് ആൾ കേട്ടോ. അപ്പോൾ ഇവരാണ് കൊറിയർ മേടിക്കുന്ന ആൾ. ചേട്ടൻ വരും, ഇവർക്കേൽ കൊടുക്കും. പിന്നെ ഒരെണ്ണമായിട്ട് വരാറില്ല, 3-4 എണ്ണമായിട്ട് വരുന്നതുകൊണ്ട് അടി ഒഴിവാക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ഇവിടെ വാങ്ങിച്ചിട്ട് ഓടിപ്പോയി വാങ്ങിച്ചിട്ടാ. നോക്കട്ടെ, ഇത് എവിടെയെങ്കിലും പോകുമ്പോഴേ ഇത് യൂസ് ചെയ്താൽ മതി. ഇതൊക്കെ മീൻസ്
എൻ്റെ കുറച്ച് ചെപ്പൽസ് കാണിച്ചിട്ട് ഷോർട്സ് എടുക്കായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചെരുപ്പുകൾ നമ്മുടെ ഓൺലൈനായിട്ട് മേടിച്ച ചെരുപ്പുകളാണ്. ഒക്കെ 300 താഴെയുള്ള ചെരുപ്പുകളാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അതകത്താണെങ്കിൽ ഇപ്പോൾ കാണിച്ചിടാൻ മടിയാവും. ഞാൻ ഷോർട്സ് വല്ല ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ കുട്ടി ചെറുപ്പം ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിള്ളേരൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളിത് ഇപ്പോൾ വേഗം തന്നെ ഇറങ്ങും. പാറു ഉറങ്ങിയടി, അപ്പോഴേക്കും വരുള്ളൂ. പാറുക്കുട്ടനും ഉറങ്ങി. ഓക്കെ ഗൈസ്. പിന്നെ ഭയങ്കര കളിയാണ് കേട്ടോ ഇവർ. അവിടെ നമ്മുടെ ഒരു സൈഡിൽ സൈക്കിളുമ്പോൾ കുറച്ച് മണ്ണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചീത്ത ബക്കറ്റ് എടുത്ത് അതിൽ കുറച്ച് മണ്ണിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴുകാൻ പോവാണ് 3 എണ്ണവും കൂടി. അല്ലു ലീഡിങ് മാത്രമേ ഉള്ളൂ, പണിയെടുക്കുന്നത് അതിനും കാശിയായിരിക്കും. അല്ലു ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ. നല്ല രസമാണ് അവരെ കളി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കുറേ ചിരിക്കാനുണ്ട്. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ തെക്കേമുറിയിലത്തെ, ഞങ്ങളുടെ തെക്കേമുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളുടെ ഗോഡൗൺ ആണ്, നമ്മുടെ ഗസ്റ്റ് റൂമാണത്. എന്നാലും ഞങ്ങളുടെ പ്രൊമോഷൻ്റെ എല്ലാ സാധനങ്ങളും, പിള്ളേരുടെ 3-4-5 വണ്ടി, പാറുവിൻ്റെ സ്റ്റഡി റൂം ഒക്കെയാണ്. പക്ഷെ പാറുവിൻ്റെ സ്റ്റഡി റൂം ആയതുകൊണ്ട് ഇപ്പം ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. കാരണം എന്ന് വെച്ചാൽ അവൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു വിമുഖത പിടിച്ചൊരു അന്തരീക്ഷമായിരിക്കും. ഞാൻ ഫുള്ളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടണ്ടോ. അപ്പോൾ അവിടെയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊറിയർ വന്നതാണ് കേട്ടോ ഒന്നും. പിന്നെ ബജ്ജി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ, ഉഴുന്നുവട സംതിങ് എന്തോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചമ്മന്തി, പിന്നെ നല്ല കീത്തുൻ്റെ വക അസൽ ചായയും കൂടെ കുടിച്ചിട്ട് വൈകുന്നേരം സെറ്റായി. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി തുടങ്ങിയിട്ട്. സഞ്ജു എന്നെ എപ്പോഴും വിളിക്കും, അടി നീ വാ. ഞാൻ പറഞ്ഞ എക്സ്ക്യൂസ്, ഇപ്പോൾ പാറുവിന് ഫോക്ക് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് പ്രാക്ടീസ്. നെക്സ്റ്റ് 6th 7th കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം എന്നും ഡാൻസ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവൾ പോവും. ആ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ശനി ഞായറും പോവാമെന്ന് വിചാരിച്ചു. ഡാൻസ് ക്ലാസ്സിലേക്ക് സഞ്ജു കൊണ്ടുവന്നാക്കിക്കൊണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എനിക്കൊരു സമാധാനമായി. അല്ലെങ്കിൽ ഞാൻ പോയില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുന്നില്ല, ഏട്ടൻ നാളെ വരത്തുള്ളൂ. നാളെ വായോ. I think എനിക്ക് വാ, അമ്മനെ വിളിക്കുന്നുണ്ട് കേട്ടാ. സംസാരിക്കണ്ടേ? ഇത് കളിച്ചനെ കൊട്ട അവിടെ കൊടുത്തിട്ടുണ്ട്. പറയടാ അല്ല പിന്നെ നാളെ വരുമ്പോഴാണ് കൊടുത്താൽ മതി. വരുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. മേമന്റെ വീട്ടിലെല്ലാരും അല്ലു പോവാണോ? അമ്മമ്മയുടെ അടുത്ത് പോവാ? അഞ്ചുന്റെ കൂടെ വാടാ. അല്ലു അഞ്ചുന്റെ കൂടെ വാ, സിജി അമ്മമ്മയുടെ അടുത്തേക്ക് പോവാ. അല്ലു പോവാ? ബായ് പറ, നീര മാമനോട് ബായ് പറ. അല്ലു പോവല്ലേ? അല്ലു നമുക്ക് മരുന്ന് മേടിക്കണം. ആന്റിന്റെ അടുത്ത് പോവാം, നമുക്ക് പോവാ. ആന്റിണ്ടടാ. ഇതാ ഞാൻ എന്താടാ ഞാൻ വീടെത്തിയ സമയത്ത് ചാന്തും സഞ്ജു ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ പുറത്ത് പോയിരിക്കുകയായിരുന്നു. നമ്മുടെ കാശിക്കുട്ടനാണെങ്കിൽ കുഞ്ഞിലെ എല്ലാവരുടെ കയ്യിലും പോവുമായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവില്ല. അമ്മേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് അവരങ്ങനെ പോവില്ല കേട്ടോ. ഇവിടെ അച്ഛൻ്റെ അടുത്ത് ഓക്കെയാണ്. അമ്മേരെ അടുത്തേക്ക് ഇപ്പോഴാണ് അവനൊന്നും കൂടെ ഒന്ന് മിങ്കിളായി തുടങ്ങിയത്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതേ ടി വിയിൽ പരിപാടി ഉണ്ട്. അപ്പം ഞാനത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. പക്ഷെ അതേ കണക്കിന് നമ്മുടെ പണിക്കാട്ടിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്, ഫ്രൂട്ട്സ് ആയിട്ടോ അതും ഇതൊക്കെ ആയിട്ട്. അവിടെ നിന്ന് ഞാൻ കഴിക്കില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങും വെറുതെ കുറിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ വാഴ കൊല വീണു വെള്ളം കയറിയിട്ട്. അത് അച്ഛൻ അപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ അതും തിന്നു. എന്താ പറയുക, കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അത് ചിലപ്പോൾ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര ഫുൾ റിലാക്സ് ആയിട്ട് വെറുതെ ഇരിക്കുക. എനിക്ക് ഒരു പണിയില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയല്ലോ. പണിക്കാട്ടിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വീഡിയോ, പിള്ളേരുകൾ കുറേ പേര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിട്ട് പോകുന്നതായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴത്തേനും സഞ്ജു വന്നു കേട്ടോ. സഞ്ജു വന്നപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെ കളിക്കാൻ വേണ്ടിയിട്ട് കാറ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാറുമോക്ക് 2 ഹെയർ ബാൻഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റൂമിൽ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ റൂമിൽ കുറേ വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ നെയിൽ ആർട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ചാന്തുവിന് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു ഇത്രയും ലെങ്ത്ത് വെക്കണ്ടായിരുന്നു, കളർ ചേഞ്ച്. ഇങ്ങനത്തെ ഒരുപാട് ഒപ്പീനിയൻസ് ഉള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പല വഴിയിൽ നിന്ന് ചിന്തിക്കുന്ന പോലെ ആളാണ്. എന്നെ പോലെ പൊട്ടിക്കാളിയല്ല. അതായത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അവളായിട്ട് ഡിസ്കസ് ചെയ്യും. എടാ ഇതിങ്ങനെ എങ്ങനെ ഉണ്ടാവും, ഇപ്പം പിന്നെ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിലും ഷൂട്ടിനെ പറ്റി കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതായത് ആൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ഞാനൊട്ടും അപ്ഡേറ്റഡ് അല്ല. ആ ഒരു വ്യത്യാസമാണ് കേട്ടോ. പിന്നെ സഞ്ജു പുറത്ത് പോയിരിക്കുകയാണ്. സഞ്ജു കുറച്ച് കഴിഞ്ഞാൽ വരും. എത്ര നാൾക്ക് ശേഷമാണെന്നറിയോ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരുപാട് നാൾ. ഇപ്പോൾ നമ്മൾ ഹാളിലിരിക്കാത്തത് ഹാളിൽ TV വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ കാശിക്കുട്ടൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും അടുത്ത ആൾ വരാറാവുമ്പോഴാണ് തൊട്ട് മുമ്പത്തുള്ള ആൾ ഇങ്ങനെ കുഞ്ഞു നിന്ന് കവച്ച് വെച്ച് നോക്കണേന്ന്. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു മക്കളെ നോക്കല്ലേ. അപ്പം അടുത്ത ആൾ ചേച്ചിയുടെ വക അടുത്തത്. അങ്ങനെയാണ് കേട്ടോ. പാറു ഇവരെ ബിഗ് ഗേള്, നീ വലിയ കുട്ടിയാണ്. ഇപ്പഴമ്മ അങ്ങനൊക്കെ ചെയ്തു തരണോ? ആ ചെയ്യ്. കാശി മോളെ 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 എന്തിട്ടാണ് സ്പെഷ്യല്? മരുമോനില്ലെങ്കിൽ എനിക്കൊരു തേങ്ങ ഉണ്ടാക്കിയേക്കില്ല. മരുമോനുണ്ടെങ്കിൽ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കും. കിട്ടി കാടമുട്ട, മസാലക്കറി ഇല്ല, രാവിലത്തെ കറി, പരിപ്പ്, ചെമ്മീൻ. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും. അതെനിക്ക് പണിക്കാട്ടിലുണ്ടായ ശീലം. ഇവിടെയായാലും ഇവിടെ അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ഐറ്റംസ് ഇപ്പോഴായി പിന്നെ ചാന്തു വന്നത് പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഫ്രിഡ്ജിൽ കാണും. അതായത് എന്തെങ്കിലും എന്താ പറയുക ചോക്ലേറ്റ്, എന്തെങ്കിലും ബിസ്ക്കറ്റ്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡെസേർട്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം കാണും ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനത് കഴിക്കാമെന്നിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ വലിയ ഒരു എക്സ്പെക്റ്റേഷനിലാണ് അത് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഫ്രിഡ്ജ് മലർത്തി വെച്ചിട്ടാണ് ഞാനിവിടെ അവാർഡ് പടം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങാനും എൻ്റെ അച്ഛൻ കണ്ടുവരികയാണെങ്കിൽ അച്ഛൻ എന്നെ പച്ചയ്ക്ക് കൊളുത്തും. കാരണം ഈ കാര്യത്തിലൊക്കെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ആളാണ്. ഞാൻ അതന്നെ അവിടെ തന്നെ എടുത്തേച്ചു. അപ്പോൾ അത് അമ്മ എന്തൊക്കെയോ ഒരു സാധനം മേടിച്ചുകൊണ്ട് കാണിച്ചു തരാണ് എനിക്ക്. മരുമോൾക്ക് പണിയെടുക്കാൻ പുതിയ സാധനം. ഇതെന്തുണ്ട്? ഇത് നമ്മുടെ ചോറൂറ്റിന ഗായ്സ്, ചോറൂറ്റുന്ന ലിങ്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നോട്ടെ ഇഡ്ലി ചെമ്പ് ഇവിടെ എത്ര തട്ടുണ്ട്? ഇനിയാണെങ്കിൽ നീ എന്റെ കൂടെ തന്നെ വേണം.
അമ്മക്ക് ഇഡലി ഉണ്ടാക്കായിരുന്നു. അപ്പൊ നാളെ രാവിലെ എന്നോ നിങ്ങൾക്കല്ല ഇഡലി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശിയും ചന്തും ഭയങ്കര സെറ്റാണ് കേട്ടോ. അതെനിക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെയെന്ന്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവളിങ്ങനെ കുറേ കൊഞ്ചിച്ച് ചക്കുടു കൊക്കുടു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. പക്ഷെ അവൻ്റെ കൂടെ കളിക്കാൻ നിൽക്കും, അവൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മേ ബി അതുകൊണ്ടായിരിക്കും ഭയങ്കര സെറ്റാണ്. എവിടെ വെച്ച് ഞാൻ പറയില്ല ആരൊക്കെയും പോവാത്ത ഒരാളാണ് ഇപ്പോൾ കാശി. ഒരാളിലും പോകില്ല, പക്ഷെ അവളെടുത്ത് പോവും. ഞങ്ങളുടെ വീട്ടിൽ അവൻ ഭയങ്കരമായിട്ട് സെറ്റായി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തമാണ്. അവൻ ഉറക്കം വരുമ്പോൾ അവളെടുത്ത് പോയി എടുക്കും. അവൻ എടുക്കണം എന്ന് തോന്നുമ്പോൾ അവളെടുത്ത് പോയി എടുക്കും. ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞ് നടക്കും. എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ് എന്തുകൊണ്ട് അഴിച്ചത് അറിയില്ല കേട്ടോ. പിന്നെ ചാന്തനാണെങ്കിൽ പോലും എന്താ പറയുക, കുട്ടികളെടുത്ത് ശീലവും ഇല്ല, അങ്ങനെ ഒരാളായിരുന്നു. ആദ്യമായിട്ടാണ് അവളൊരു കൊച്ചായിട്ട് ഇത്രയും സെറ്റാവുന്നതും. അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു, നാത്തൂമാരെ മക്കളൊക്കെ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതായത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പണിയും ചെയ്യില്ല ഗൈസ്, ഞാനിങ്ങനെ നോക്കി നിൽക്കത്തുള്ളൂ. എനിക്ക് ഒരു ദിവസം ഞാനിവിടെ വന്നിട്ട് എനിക്ക് പണിയെടുക്കാൻ വയ്യ. പിന്നെ നമ്മുടെ പാറുട്ടൻ്റെ എക്സാമാണ്, P1 എക്സാം തുടങ്ങും. അപ്പോൾ എനിക്ക് കുറേ പഠിപ്പിക്കേണ്ട സാധനങ്ങളുണ്ട്. അത് പഠിപ്പിക്കാന്ന് വെച്ചപ്പോഴത്തേനും പാറുതേ ചിത്രം വരയ്ക്കുകയാണ്. പുകക്കുഴൽ, വീട്, വീട്ടിലേക്കുള്ള വഴി, അങ്ങനെ കുറേ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, പിക്ചറൊക്കെ വരച്ച് നോക്കി, ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതേ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ സഞ്ചപ്പം വന്നു. സഞ്ജു ഈ ഒരു ഇടവേളയിൽ കാശിക്കുട്ടൻ കുറേ കുസൃതി കാണിച്ചായിരുന്നു കേട്ടോ. അതായത് അവനിങ്ങനെ രണ്ടിന് താഴെ പോയി അങ്ങനെ കലമ്പി ഞങ്ങൾ കാണാണ്ട് ചെയ്ത ഓരോ വികൃതിത്തരങ്ങൾ ഞാൻ പച്ചയായ രീതിയിൽ സഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മ്യൂട്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലക്കിടും. അപ്പോൾ ഞാൻ അവനോട് പറയായിരുന്നു, സഞ്ജു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണോ കേട്ടണോ അങ്ങനെയൊക്കെ പറയായിരുന്നു. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഈ ഒരു സമയം ഒക്കെ ആവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ ഇരുത്താണ് കേട്ടോ. ചില സമയങ്ങളിൽ പാറുട്ടൻ്റെ ഭയങ്കര മൂടാണ്. ഇവിടെ വരുന്ന സമയത്തൊക്കെ അവൾക്ക് ഇഷ്ടമാണ് പഠിക്കാനിരിക്കാനായിട്ട്, അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ അമ്മരക്കയിലും ചന്തുരക്കയിലും മേപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ വണ്ടിയും പിന്നെ കുറേ പുതിയ വണ്ടി കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ട് സെറ്റായിരിക്കും. അപ്പോൾ പാറുട്ടനും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മാമൻ അവന് റിമോട്ട് കാർ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മോൻ എന്ന് കൊടുക്കുന്ന വ്യാജേനെ മാമൻ ഇരുന്ന് കളിക്കുകയാണ് ചെയ്തത്. കാരണം അവന് സഞ്ജുവിന് ഇപ്പോൾ ഭയങ്കര പ്രാന്താണ്, ഈ ഒരു കാറ് ഭ്രാന്തൊക്കെ ഭയങ്കര പ്രാന്താണ് കേട്ടോ. അപ്പോൾ റിമോട്ട് കാർ ആയതുകൊണ്ട് തന്നെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ കാശിക്കുട്ടന് അറിയില്ലല്ലോ. അപ്പോൾ പാറുട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോണിലൊക്കെ ഗെയിം കളിക്കത്തില്ലേ, അതേ ഒരു ലാഘവത്തോടെ കാശിക്കുട്ടൻ ഇങ്ങനെ പിടിക്കാനും കിട്ടുന്നില്ല. രസമാണ് കേട്ടോ ഇതിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. കളിക്കുമ്പോഴായാലും നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാറൂസിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു, എടാ ഇങ്ങനെ ഈ ഒരു സാധനം അമർത്തണം. കാശിക്കുട്ടൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശിക്കുട്ടനത് പപ്പട പരിവാക്കും. അപ്പോൾ അതേ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ആണ് കേട്ടോ വീട്ടിൽ പോയത് വൈകിട്ട്. പിറ്റേ ദിവസം സൺഡേ ക്ലാസ് ഉണ്ട്, പാറിന് ഡാൻസ് ക്ലാസ്. അപ്പം സഞ്ജു കൊണ്ടാക്കും, തിരിച്ചു വരുമ്പോൾ ഏട്ടനും കൂടി വരും. അങ്ങനെയാണ് പ്ലാൻ. അപ്പം നാളത്തേക്കാണ് നമ്മൾ സ്പെഷ്യൽ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ചപ്പാത്തിയും കുറുമക്കറിയും പിന്നെ ചെമ്മീൻ കറിയും പരിപ്പൊലത്തും ആയിരുന്നു. അച്ഛൻ്റെ മുളകാണ്. അപ്പോൾ സഞ്ജുവിനെ ചീത്ത പറയാണ്, ഇടി അത് എടുക്കല്ലേ, അതിൻ്റെ വയറ് കത്തിപ്പോവും, മുളകാണ് സൊറുക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളിലൊക്കെ സൊറുക്കുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൊറുക്ക മാത്രം, മുളകല്ല, സൊറുക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറുട്ടനാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും കറിയൊക്കെ ഒഴിച്ചിട്ട് ചോറ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒരുപാട് ചോറ് കഴിച്ചു. ആദ്യമായിട്ട് അങ്ങനെ കറിയൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കണേ. കാശിമോൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. അവൻ വളരെ കുഞ്ഞിലേ തൊട്ട് അങ്ങനെയാണ്, ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാതിലടച്ചിട്ട് ഞാനും അനിയനും സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുട്ടാ പറയണേ അറിയില്ല കേട്ടോ. ഞാനത് കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് സഞ്ജു നല്ല സ്നേഹത്തിലായിരുന്നു. ഞാൻ ഒരാഴ്ച വേണ്ട, 2 ദിവസം 3 ദിവസം നിൽക്കുമ്പോഴത്തേനും ഞങ്ങൾ തമ്മിൽ കൂടി അടിച്ച് പിരിഞ്ച് അവൻ പറയാം ഇറങ്ങിപ്പോടി നിൻ്റെ വീട്ടിലേക്ക്, ആ ഒരു ലെവലിൽ വരെ ഞങ്ങൾ എത്താറുണ്ട്. പക്ഷേ ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. അതായത് കുറേ എപ്പോഴും പോണേക്കാളും കുറേ നാൾക്ക് ശേഷം പോയി വരുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. ഇപ്പോൾ അതേ ഞങ്ങൾ ചെണ്ടകുട്ടലിലാണ് കേട്ടോ.
പിന്നെ എനിക്ക് ചാന്തുൻ്റെ മസാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൽ മസാജറാണ് ഞങ്ങളുടെ വീട്ടിലത്തെ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ കൊണ്ട് ചെയ്യിക്കാൻ. അങ്ങനെ ചെയ്യിച്ച് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു സമയമായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോഴും കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം പോയി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് ഒരു സ്പെഷ്യൽ ഗൾഫിൽ നിന്നൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയും ഒരു പരിഗണനയാണ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇനി ആയാലും ഡാൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിന് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.